ശ്ലോകം 17-18. തസ്മാദ്യുഗാന്തശ്വസനാവകൂർണ ജലോർമിചക്ര സലിലാദ്വിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ആത്മാനമത്ഥവിദധാതിദേവ. തസ്മാദ്യുഗാന്തശ്വസനാവകൂർണ ജലോർമിചക്രാത് സലിലാദ്വിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ആത്മാനമത്ഥവിദധാതിദേവ. തസ്മാദ്യുഗാന്തശ്വസനാവകൂർണ ജലോർമിചക്രാത് സലിലാത് വിരൂഢം ഉപാശ്രിത പഞ്ചമുലോകതത്വം ആത്മാനമത്ഥവിദധാതിദേവ. തസ്മാത് അവിടെ നിന്ന് യുഗ അന്ത യുഗത്തിന്റെ അവസാനത്തിൽ ശൂന്യതയിലെ വായു അവകൂർണ ചലനത്താൽ ജലം ഊർമിചക്രാത് തിരമാലകളുടെ വൃത്തങ്ങളിൽ നിന്ന് സലിലാത് ജലത്തിൽ നിന്ന് വിരുദ്ധം അവയുടെ മീതെ സ്ഥിതി ചെയ്തു ഉപാശ്രിത അഭയത്തിന്റെ കഞ്ചം താമരമല അതിശയത്തിൽ ലോകതത്വം സൃഷ്ടിയുടെ രഹസ്യം ന ആത്മാനം അവൻ തന്നെ അല്ല അർത്ഥ പരിപൂർണമായി അവിദത് മനസ്സിലാക്കാൻ കഴിയും ആദിദേവ ആദ്യത്തെ ദേവൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ് വിജയ്. ആ താമരയിൽ സ്ഥിതനായിരുന്ന ബ്രഹ്മദേവന് താമരയുടെയോ തന്റെ തന്നെയോ സൃഷ്ടിയെപ്പറ്റി പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യുഗാന്ത്യത്തിൽ നശീകരണത്തിന്റെ ശൂന്യവായു ജലത്തെയും താമരയെയും തിരമാല ചുറ്റുകളാൽ ഉലച്ചു തുടങ്ങി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് വിജയ്. ബ്രഹ്മാവ് തന്റെയും താമരയുടെയും ലോകത്തിന്റെയും സൃഷ്ടിയെപ്പറ്റി മനുഷ്യരുടെ സൗരവർഷത്തിനുപരിയായ കാലയളവുള്ള ഒരു യുഗം മുഴുവൻ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ അന്തം വിട്ടിരുന്നു. ആകയാൽ സൃഷ്ടിയുടെ നിഗൂഢതയെപ്പറ്റിയും ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരത്തെ പറ്റിയും നിസാരമായ മാനസിക അഭ്യൂഹങ്ങളാൽ ഒരുവനും അറിയാൻ കഴിഞ്ഞില്ല. മനുഷ്യജീവിയുടെ കഴിവുകൾ പരിമിതങ്ങളാകയാൽ പരമോന്നതന്റെ സഹായം കൂടാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ഭഗവതേച്ഛയുടെ രഹസ്യം മനസ്സിലാക്കാൻ സാധ്യവുമല്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 18. ഹയേഷയോസാവഹമബ്ജപൃഷ്ട ഏതത്കുതോ വാച്യം അനന്യതത്പസു അസ്തി ഹൃദസ്ഥാദിഹ കിഞ്ചനൈത അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. കയേഷയോസാവഹമബ്ജപൃഷ്ട ഏതത്കുതോ വാച്യം അനന്യതത്സു അസ്തി ഹൃദസ്ഥാദിഹ കിഞ്ചനൈത അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. കയേഷയോസാവഹമബ്ജപൃഷ്ട ഏതത്കുതോ വാച്യമനന്യതത്സു അസ്തി ഹൃദസ്ഥാദിഹ കിഞ്ചനൈത അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. ആര് ഏഷ ഇത് യാ അസൗ അഹം അത് ഞാനാകുന്നു അബ്ജ പൃഷ്ഠേ താമരയുടെ മുകളിൽ ഏതത് ഇത് ഉത എവിടെ നിന്ന് വാ ഏതെങ്കിലും അബ്ജം താമരപ്പൂവ് അനന്യസ് അല്ലെങ്കിൽ അപ്സു ജലത്തിൽ അസ്ഥി അവിടെയാകുന്നു ഹി തീർച്ചയായും മതസ്ഥാത് താഴെ നിന്ന് ഇഹ ഇതിൽ കിഞ്ചന എന്തും ഏതത് ഇത് അധിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നു എത്ര എവിടെയോ അവിടെ സദാ യാന്ത്രികമായി നു അല്ലെങ്കിൽ അല്ല ഭാവ്യം തീർച്ചയായും. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ബ്രഹ്മദേവൻ തന്റെ അജ്ഞതയിൽ ആലോചിച്ചുകൊണ്ടിരുന്നു, ഞാൻ ആരാണ്, എങ്ങനെ ഈ താമരയുടെ മുകളിൽ സ്ഥിതനായി, എവിടെ നിന്നാണിത് മുളച്ചത്, താഴെ എന്തോ ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് ഈ താമര ജലത്തിൽ വളരുന്നത്. ഭാവാർത്ഥം ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരത്തിന്റെ ആരംഭത്തിലെ ബ്രഹ്മാവിന്റെ വിഷയകാരണങ്ങളെപ്പറ്റി ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങൾ ഇന്നും മാനസിക അഭിമുഖികൾക്ക് വിഷയകാരണങ്ങളായി തുടരുന്നു. തന്റെ വ്യക്തിപരവും ഭൗതിക പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അസ്തിത്വത്തെക്കുറിച്ചും അപ്രകാരം
കാരണത്തെ പറ്റിയോ അറിയാൻ ശ്രമിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. അവൻ തന്റെ സംരംഭം തപസ്സോടെയും സ്ഥിരോത്സാഹത്തോടെയും നിർവഹിക്കുകയാണെങ്കിൽ നിശ്ചയമായും വിജയകിരീടം കൂടും. ഹരേ കൃഷ്ണ. ഈ ശ്ലോകങ്ങളുടെ വിവരണത്തിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് വിവരിക്കാനുള്ള വസ്തുതകളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും തത്വങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സമയമുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേലും അത് വലിച്ചു നീട്ടി കൊണ്ടുപോകാം. പക്ഷെ അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മളിതെല്ലാം ഓരോ ശ്ലോകങ്ങളായിട്ട് വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു. അതിനു മുമ്പ് അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഇവിടെ 17-ാമത്തെ ശ്ലോകത്തില് താമരയിൽ സ്ഥിതനായിരുന്ന ബ്രഹ്മദേവന് താമരയുടെയോ തന്റെയോ സൃഷ്ടിയെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു യുഗം മുഴുവൻ, ഒരു യുഗം എന്ന് പറയുമ്പം കലിയുഗമല്ല, 4 യുഗങ്ങളും ചേർന്ന് ഒരു മഹായുഗത്തെയാണ് യുഗമെന്ന് വിവക്ഷിക്കുന്നത്. അപ്പൊ അത്ര ദീർഘമായ കോടാനുകോടി വർഷങ്ങൾ ബ്രഹ്മാവ് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനാവാതെ ചുറ്റിത്തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചുറ്റിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ താമരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, ഇടയ്ക്ക് താമരയുടെ കണ്ടിന് ഉള്ളിലൂടെ സഞ്ചരിച്ചു നോക്കിയെന്നും പറയുന്നുണ്ട്. അത് എന്നിട്ടും എത്താൻ കഴിഞ്ഞില്ല. താമരയില് ഇരുന്നു കൊണ്ട് താമരയുടെ പ്രകാശത്തിൽ ചുറ്റിനും ജലമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം 4 പാടും പലതവണ വീക്ഷിച്ചു. അങ്ങനെയുള്ള കറക്ക വീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് 4 ശിരസ്സുണ്ടായി എന്നും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ബുദ്ധിമാനായാലും അത് ഈ ബ്രഹ്മാണ്ടത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാണ്ടത്തിന്റെ നായകനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ബ്രഹ്മദേവനായാൽ തന്നെയും ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ തന്നെയോ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. ഭഗവാന്റെ കൃപയില്ലാതെ ഒരു ജീവിക്കും ഒരിക്കലും ഭഗവാനെയോ ഭഗവാന്റെ സൃഷ്ടിയെയോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന തത്വമാണ് ഈ ശ്ലോകത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപ അതാണ് ഏറ്റവും വലുത്. അതുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ചോ ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ചോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുകയോ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്ന ഇതുവരെ ചെയ്തിട്ടുള്ള ആചാര്യന്മാരെല്ലാം ആ തലത്തിലേക്ക് ഉയർന്നവരാണ്. അവരെല്ലാം ഭഗവാന്റെ ഭക്തരായിരുന്നു. ഭഗവാന്റെ പ്രതിനിധികളായിട്ട് ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അല്ലാത്തവർക്ക് ആർക്കും ഒരിക്കലും ഈ വിഷയത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നെങ്കിൽ അത് പറയുന്നുണ്ട്. ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ആരും എത്ര ശ്രമിച്ചാലും ഒന്നും നേടാനാവില്ല. ഇവരൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അവസാനം ബ്രഹ്മാവിന് ഭഗവാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് തപസ് ചെയ്യാൻ. അടുത്ത ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പൊ അശരീരിയായ ശബ്ദം കേട്ടിട്ടാണ് പിന്നീട് അനേകായിരം വർഷം ബ്രഹ്മാവ് തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുക. ചുറ്റുപാട് നോക്കുന്നതിന് പകരം തൻ്റെ ഉള്ളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ തൻ്റെ ഓരോ ജീവാത്മാവിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ആ തപസ്സിന്റെ ഏകാഗ്രതയുടെ വിജയം. അങ്ങനെ വിജയിക്കുന്നവർക്കാണ് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ജീവാത്മാക്കള് ശുദ്ധഭക്തരാണ്. നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അനേകങ്ങളായ കൃതികളോ ഭാഗവതോ ഭഗവത്ഗീതയോ മറ്റ് ഗ്രന്ഥങ്ങളോ ഒക്കെ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അങ്ങനെ ചിന്തിച്ചവരിലൂടെയാണ്. അവരിലാണ് ഭഗവാന്റെ കൃപയുണ്ടാകുക. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കാൻ അവനവന്റെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. പുറത്ത് ചുറ്റിത്തിരിഞ്ഞ് ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും പോയി സമയം ചെലവാക്കിയത് കൊണ്ട് നമുക്ക് നേട്ടമൊന്നും ഉണ്ടാവില്ല. അത് ആർഭാടത്തിന്റെയും ഭൗതികതയുടെയും ഒരു തലത്തിലേക്ക് ഉയർത്തുക മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ അനുവദിക്കുന്നില്ല. ആ തത്വമാണ് ഈ 17-ാമത്തെ ശ്ലോകത്തിന് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 18ലേക്ക് വരുമ്പോൾ ബ്രഹ്മദേവൻ തന്റെ അജ്ഞതയിൽ ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആരാണ്? താമരയുടെ മുകളിൽ എങ്ങനെ വന്നു? എവിടെ നിന്ന് വന്നു? ഇതിന്റെ അടിയിൽ എന്താണ് എന്നൊക്കെ. അപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് 2ാമത്തെ ശ്ലോകവും. അവിടെ അതിന്റെ വിവർത്തനത്തില് പ്രഭുപാദർജി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്താണ് ചെയ്യുക? ഭൗതിക പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അസ്തിത്വത്തെക്കുറിച്ചും അപ്രകാരം പരമകാരണത്തെ പറ്റിയും അറിയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളാണ് ഏറ്റവും ബുദ്ധിമാൻ. അപ്പോൾ ഈ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ
ശാസ്ത്രരംഗത്തോ ഭൗതിക രംഗത്തോ നേട്ടങ്ങൾ കൊയ്യുന്നത് കൊണ്ടൊന്നും ആരും ബുദ്ധിമാനാവുന്നില്ല. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടികളെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ്. അപ്പോ സ്ഥിരോത്സാഹം അതാണ് നമ്മുടെ ആത്മാർത്ഥമായ ഒരു സമീപനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുകയുള്ളൂ. ആരാണോ ആത്മാർത്ഥതയോടെ സ്ഥിരോത്സാഹത്തോടെ ഈ പരിശ്രമങ്ങൾ ചെയ്യുന്നത് അവരെ ഭഗവാൻ ശ്രദ്ധിക്കും. ഭഗവാന് ആരെ ശ്രദ്ധിക്കുന്നു അവർക്ക് മാത്രമേ ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അതിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ ദാമോദര ലീല വർണ്ണിക്കാറുണ്ട്. യശോദാമാതാവ് പരിശ്രമം ഉപേക്ഷിക്കാതെ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചപ്പോഴാണ് ഭഗവാന് ഒരു കൃപ തോന്നിയത്. ആ കൃപ കൊണ്ടാണ് ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചത്. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമ്മൾ പലതവണയായിട്ട് പറയാത്തവരിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പരിശ്രമത്തിന് തീർച്ചയായും ഫലമുണ്ട്. നമ്മൾ എത്ര കണ്ട് പരിശ്രമിക്കുന്നു, എത്ര കണ്ട് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുന്നു. കാരണം ഭഗവാന് കാണാമല്ലോ നമ്മുടെ ഉള്ളിൽ എന്താണ്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനാണോ പരിശ്രമിക്കുന്നത്, അതോ ആത്മാർത്ഥതയോടെയാണോ സേവകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ സമീപിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഭഗവാന്റെ ശ്രദ്ധയിൽ നമ്മൾ വരുന്നത്. അത് ഭഗവാന്റെ പൂജയാവട്ടെ, ഭഗവാന്റെ കീർത്തനമാവട്ടെ, പ്രാർത്ഥനയാവട്ടെ, ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവകളാവട്ടെ, സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാവട്ടെ, എത്ര കണ്ട ആത്മാർത്ഥതയോടെയാണ് ഭഗവാനിൽ അർപ്പിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുന്നതും നമുക്ക് ഭഗവാന്റെ കൃപയുണ്ടാവുന്നത്. അപ്പൊ ഭഗവാന്റെ ശ്രദ്ധ ലഭിച്ചില്ലെങ്കിൽ നമുക്കൊന്നും നേടാനാവില്ല. അപ്പൊ ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് ആധാരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടാൻ എന്ത് ചെയ്യണം നമുക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ശ്ലോകങ്ങളെ കുറിച്ച് കൂടുതൽ വിവരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സമയം കുറവാണതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. ശ്ലോക വിവരണം ഈ 17-18 ശ്ലോകങ്ങൾ വരെ എത്തി. ഇനി തുടർന്ന്